സുൽഫുവോ, ഞാനൊന്നും കൂടി ഗൾഫ് പോയാലോ? ഏളാപ്പ, നിങ്ങൾ ഗൾഫിൽ പോണതൊക്കെ കൊള്ളാട്ടോ. പക്ഷെ എൻ്റെ അപ്പ ഗൾഫിൽ നിന്ന് വന്ന പോലെ ആവരുത് കേട്ടാ. ഏളാപ്പ ഗൾഫിൽ നിന്ന് വന്നാലും പോയാലും മക്കളെ നിങ്ങൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം കേട്ടാ. എൻ്റെ അപ്പ ഗൾഫിൽ പോയിട്ട് ഇപ്പം നാട്ടിലേക്ക് വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ അപ്പ ഗൾഫിലുള്ള സമയത്ത് എൻ്റെ അമ്മ എൻ്റെ ഒപ്പം 8 മണിക്ക് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. എനിക്കാണെങ്കിലോ 9 മണിയായാൽ പിന്നെ എനിക്ക് ഒരു ബോധം ഉണ്ടാവില്ല, ഉറങ്ങണം. പക്ഷെ അമ്മ കൂടെ വേണം. ഒരിക്കൽ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാനിങ്ങനെ കാത്തുനിന്ന് 9 മണിക്ക് ഞാൻ എവിടെയോ കിടന്നുറങ്ങി. എണീറ്റ് നോക്കുമ്പോൾ 12 മണി. ഞാൻ ഒറ്റയ്ക്ക്. പാത്രത്തിൻ്റെയൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. നോക്കുമ്പോൾ കല്യാണപ്പേര് പോലെ ലൈറ്റ്, എല്ലായിടത്തും ലൈറ്റ് ഇട്ടിട്ട്. എന്താ ഇങ്ങനെ ലൈറ്റ്? ഇതേവരെ ഇമ്മ ഒരൊറ്റ ഹാളിൽ മാത്രം ഒരു ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വന്ന് നോക്കുമ്പോൾ എല്ലാ ലൈറ്റും ഇട്ടിട്ട് ഉറങ്ങണമില്ല. ഇവരിങ്ങനെ വർത്താനം പറയുന്നെ. കാത്തുനിന്ന് ഞാൻ മടുത്ത്. പിന്നെ ഞാൻ എപ്പോഴോ കിടന്നുറങ്ങിയപ്പോൾ കൊട്ടൻ ചുക്കാതിയുടെ മണം കേട്ടിട്ട് ഞാൻ ഇങ്ങനെ സഹിക്കാൻ പറ്റായിട്ട് ഉണർന്ന് നോക്കുമ്പോൾ എനിക്ക് വല്യമ്മാൻ്റെ ഒപ്പമാണ് ഞാൻ കിടക്കണത്. എനിക്ക് ആ മണം തീരെ ഇഷ്ടമില്ല. ഞാൻ മേലേക്ക് പോയി നോക്കുമ്പോൾ വാതിലടച്ചിക്കണ്. കുറേ കരഞ്ഞ് എപ്പോഴാണ് കിടന്നുറങ്ങിയെന്ന് എനിക്കെന്നെ അറിയില്ല. ഇതേപോലെ ആവരുത് എളാപ്പങ്ങള്. കുട്ടികളെ ആദ്യം തന്നെ നിലക്ക് നിർത്തുക. കൂടെ കിടക്കണമെങ്കിൽ കൂടെ കിടക്കുക. അത് എന്നും ഉണ്ടാവണം. പിന്നെ ഇപ്പം വരുമ്പോൾ അല്ലെങ്കിൽ എളാപ്പ വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒന്നും ചെയ്യില്ല ആരും. മക്കളെ ഒരേ നിലക്ക് ശ്രദ്ധിക്കുക, അതാണ് വേണ്ടത്. അത് അല്ലെങ്കിലുണ്ടല്ലോ അവർക്ക് ഫാദേഴ്സ് വരുമ്പോൾ തീരെ നാട്ടിലേക്ക് വരുന്നതേ ഇഷ്ടമുണ്ടാവില്ല അവർക്ക്. അവർക്ക് വെറുപ്പായിരിക്കും. നിങ്ങൾ അങ്ങനെ ആരോടും ചെയ്യരുത് കേട്ടാ. മക്കളെ മനസ്സിൽ ഭയങ്കര പക ഉണ്ടാവും കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. എനിക്ക് ആലോചിക്കാൻ തന്നെ എപ്പോഴും വയ്യ. എൻ്റെ ഒപ്പം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ നോക്കുന്നില്ല. അല്ലെങ്കിൽ മോളെ ചായ കുടിച്ചോ, ചോറുന്നോ, കഞ്ഞി കുടിച്ചോ, ഇവിടെ വാ,